തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തലകുടിക്ക് സമ്മതിച്ചിട്ട് പിന്നെ മാറി എന്ന് അതിവൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചാറാച്ചറ അച്ഛൻ എന്താ ഒന്നും പറയാത്തത്? എനിക്ക് പറയാനുള്ളത് വളരെ നേരത്തെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, കേരളം ഒരു ഭ്രാന്താലയമാണ്. എന്താ എല്ലാരും കൂടെ എന്താണോ ലാലേ? അച്ഛോ, കോളേജ് വെച്ച് ഫാഷൻ പരേഡ് നടത്താൻ അച്ഛൻ അനുവാദം കൊടുത്തിരുന്നോ? കൊടുത്തിരുന്നു. അല്ല, ഇവരാരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞേ. നമ്മുടെ കോളേജ് ഫാഷൻ പരേഡ് നടത്താൻ പറ്റില്ല അച്ഛോ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? അവർ 10,000 രൂപ കോളേജ് യൂണിയൻ ഫണ്ട് തരാമെന്ന് പറഞ്ഞിരിക്കുക. നമ്മുടെ യൂണിയൻ ഫണ്ട് കുറവാണെന്നുള്ള വിവരം അറിയാമല്ലോ. യൂണിയന് 10,000 രൂപ ഉണ്ടാക്കാനാണോ ഫാഷൻ പരേഡ്? പണം ഉണ്ടാക്കാൻ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അതെ, എന്തോ അതെ, നമുക്ക് ഓടിക്കാം. എന്തോന്ന് ഓടിക്കാം? ചേർത്ത് PT ഉഷ ഓടിക്കാം. കർത്താവേ, ഇന്നൊക്കെ പോകുന്നുണ്ടോ? ഫാദർ, ഞാൻ അങ്കിളിനോട് പറഞ്ഞ എല്ലാം അറേഞ്ച് ചെയ്തു. പ്രിന്റിംഗ് കഴിഞ്ഞു, ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്തു, ടിക്കറ്റുകളും കൊടുത്തു തുടങ്ങി. ഈ കോളേജിൽ എന്തെങ്കിലും ഒന്ന് നടക്കുമ്പോൾ അത് ഞങ്ങളോട് അറിയണ്ടേ അച്ചോ? നിങ്ങളെ അറിയിക്കാമെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കോളേജ് നടത്തുന്നൊന്നും അല്ല. എന്താ മനസ്സിലാവാത്തത്? കോളേജ് അടയ്ക്കുന്നതിന്റെ തലേ ദിവസം നമ്മുടെ സ്റ്റേജ് അവർ യൂസ് ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളെ കൂടെ അറിയിക്കുന്നതാ അതിന്റെ ഒരു ശരിയച്ചോ. ആരും എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. ഫാഷൻ പരേഡ് നടത്താൻ ഞാൻ അനുവാദം കൊടുത്തു, നടത്തുകയും ചെയ്യും. ആർക്ക് വേണേ എന്ത് വേണേയും ചെയ്യാം. ഇപ്പൊ തീർന്നല്ലോ അല്ലാണ്ട്. പിള്ളേര് പറയുന്നതിലും കാര്യമുണ്ടോ? കോളേജിൽ വെച്ച് ഫാഷൻ പരേഡ് നടത്തുന്നത് എന്താ നടത്തിയാൽ കോളേജ് യൂണിയന് കാശ് കിട്ടും. 10,000 രൂപ അവർ തരുന്നു. എന്നാ പിന്നെ ഒരു സൈക്കിൾ യജ്ഞം നടത്താം. സ്വന്തം സൈക്കിളായിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ. ആരും ഒന്നും പറയണ്ട. ഫാഷൻ പരേഡ് നടത്താൻ ഞാൻ അനുവാദം കൊടുത്തു, നടത്തുകയും ചെയ്യും.